ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു അനദർ ക്ലാസ് ഓഫ് ലേബർ ലോ. ഇന്ന് ലേബർ ലോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947 കീഴിലുള്ള ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് അതോറിറ്റീസിനെ കുറിച്ചാണ്. അതായത് മെഷീനറീസ് ഫോർ കൺസിലിയേഷൻ പ്രൊസീഡിങ്സ്, അനുരഞ്ജന ചർച്ചകളിൽ കൂടി ഒരു ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ടിനെ സെറ്റിൽമെന്റിലേക്ക് കൊണ്ടുവരുന്ന മെഷീനറീസ് അല്ലെങ്കിൽ അതോറിറ്റീസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947 സെക്ഷൻ 3 മുതൽ 6 വരെയുള്ള സെക്ഷൻസിൽ 4 കൺസിലിയേഷൻ പ്രൊസീഡിങ്സ് മെഷീനറീസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഏതൊക്കെയാണ്? വർക്സ് കമ്മിറ്റി, കൺസിലിയേഷൻ ഓഫീസേഴ്സ്, ബോർഡ്സ് ഓഫ് കൺസിലിയേഷൻ ആൻഡ് കോർട്സ് ഓഫ് ഇൻക്വയറി. Section 3 to 6 of Industrial Disputes Act 1947 deals with machineries for conciliation proceedings or dispute settlement authorities. The 4 machineries for conciliation proceedings are Works Committee, Conciliation Officers, Boards of Conciliation and Courts of Inquiry. ഇനി ഈ 4 ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് അതോറിറ്റീസിന്റെയും കോമൺ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് നോക്കാം. നമ്പർ 1, ഇൻക്വയർ ഇൻ ടു ദ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ്, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സിനെ പറ്റി അന്വേഷിക്കുക. നമ്പർ 2, പ്രൊമോട്ട് സെറ്റിൽമെന്റ് ഓഫ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ്, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സിന്റെ സെറ്റിൽമെന്റിനെ പ്രൊമോട്ട് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. ആൻഡ് നമ്പർ 3, ബ്രിങ് ഇൻഡസ്ട്രിയൽ പീസ്, ഒരു ഇൻഡസ്ട്രിയിൽ സമാധാനം കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ 4 അതോറിറ്റീസിന്റെയും കോമൺ ഒബ്ജക്റ്റീവ്സ്. ഫസ്റ്റ് ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് അതോറിറ്റി എന്നത് വർക്സ് കമ്മിറ്റിയാണ്. വർക്സ് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നത് സെക്ഷൻ 3 ഓഫ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ടിലാണ്. പ്രിസീഡിംഗ് 12 മന്ത്സിലെ ലാസ്റ്റ് 12 മന്ത്സിൽ ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും 100 or more വർക്ക്മെൻ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അപ്രോപ്രിയേറ്റ് ഗവൺമെന്റിന് ആ ഇൻഡസ്ട്രിയോട് അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രിയുടെ എംപ്ലോയറിനോട് ഒരു വർക്സ് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ആവശ്യപ്പെടാവുന്നതാണ്. വർക്സ് കമ്മിറ്റി എന്നത് എംപ്ലോയീസിൻ്റെയും എംപ്ലോയേഴ്സിൻ്റെയും റെപ്രസെൻറ്റേറ്റീവ്സ് ചേർന്നതാണ്. ഇത്തരത്തിൽ വർക്സ് കമ്മിറ്റിയിലേക്ക് എംപ്ലോയീസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സിനെ തിരഞ്ഞെടുക്കുന്നത് ട്രേഡ് യൂണിയനുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടാണ്. ട്രേഡ് യൂണിയനുമായിട്ട് കൺസൾട്ട് ചെയ്ത് വർക്സ് കമ്മിറ്റിയിലേക്ക് സെലക്ട് ചെയ്യപ്പെടുന്ന എംപ്ലോയീസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ആ വർക്സ് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളിൽ മാത്രമേ വർക്കേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുള്ളൂ, അല്ലാതെ എല്ലാ കാര്യങ്ങളിലും വർക്കേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യില്ല. So what are the things we can write under works committees? Yes, works committees are constituted under section 3 of Industrial Disputes Act 1947. According to section 3 of Industrial Disputes Act 1947, if in any industrial establishment 100 or more workmen are employed or have been employed on any day in the preceding 12 months, then the appropriate government may ask the employer to constitute a works committee by a general or a special order. The works committee consists of both the representatives of employers and the employees. The representatives of the employees or the workmen are chosen in consultation with the trade union. And these workmen's representatives in the works committee do not represent the workmen for all purposes, but only for the purposes of the functions of the works committee. Now, powers and duties of works committees. Number 1, promotes measures for securing and preserving amity and good relations between the employers and the workmen. Amitina സൗഹാർദ്ദം. So, employersനും വർക്ക്മെനും നടുവിൽ നല്ല ഒരു സൗഹാർദ്ദം സെക്യൂർ ചെയ്യുന്നതിനും അതുപോലെ തന്നെ നല്ല സൗഹാർദ്ദം പ്രൊമോട്ട് ചെയ്യുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും വർക്സ് കമ്മിറ്റി പ്രവർത്തിക്കുന്നു. നമ്പർ 2, കമൻസ് ഓൺ മാറ്റേഴ്സ് ഓഫ് കോമൺ ഇൻട്രസ്റ്റ് വിച്ച് അഫക്ട് വർക്ക്മെൻ ആൻഡ് എംപ്ലോയേഴ്സ്. എംപ്ലോയേഴ്സിനെയും വർക്ക്മെനെയും അഫക്റ്റ് ചെയ്യുന്ന കോമൺ ഇൻട്രസ്റ്റ് ഉള്ള മാറ്റേഴ്സിലെ കമൻറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ കമ്പയർസ് എനി മെറ്റീരിയൽ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ റിഗാർഡിംഗ് സച്ച് മാറ്റേഴ്സ്. അത്തരത്തിലുള്ള മാറ്റേഴ്സിലെ എന്തെങ്കിലും ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് കമ്പയർ ചെയ്യുകയും ചെയ്യുന്നു. സെക്കൻഡ് 1, കൺസിലിയേഷൻ ഓഫീസേഴ്സ്. കൺസിലിയേഷൻ ഓഫീസേഴ്സിനെ സെക്ഷൻ 4 ഓഫ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947 പ്രകാരമാണ് നിയമിക്കുന്നത്. ആരാണ് കൺസിലിയേഷൻ ഓഫീസേഴ്സിനെ നിയമിക്കുന്നത്? അപ്രോപ്രിയേറ്റ് ഗവൺമെന്റ്. എങ്ങനെയാണ്? ബൈ നോട്ടിഫിക്കേഷൻ ഇൻ ദി ഒഫീഷ്യൽ ഗസറ്റ്. അപ്പോൾ ഒരു അപ്രോപ്രിയേറ്റ് ഗവൺമെന്റിന് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വഴി
ഒന്നോ അതിലധികമോ കൺസിലിയേഷൻ ഓഫീസേഴ്സിനെ നിയമിക്കാവുന്നതാണ്. ഈ കൺസിലിയേഷൻ ഓഫീസേഴ്സിന്റെ കാലാവധി എന്ന് പറയുന്നത് പെർമനന്റ് ആകാം അല്ലെങ്കിൽ ടെമ്പററി ആകാം. The appropriate government by notification in the official gazette appoints conciliation officers under section 4. The conciliation officers may be appointed either permanently or for a temporary period. ഇനി കൺസിലിയേഷൻ ഓഫീസേഴ്സിന്റെ പവേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു കൺസിലിയേഷൻ ഓഫീസർ ഒരു പബ്ലിക് സർവന്റ് ആണ്. സെക്ഷൻ 21 ഓഫ് IPCയുടെ അണ്ടറിൽ പബ്ലിക് സർവന്റിന്റെ നിർവചനം നമ്മൾ പഠിക്കുന്നുണ്ട്. ആ നിർവചനത്തിൽ ഉൾപ്പെടുന്ന ഒരു ഓഫീസറാണ് കൺസിലിയേഷൻ ഓഫീസേഴ്സ്. അദ്ദേഹത്തിന് ഒരു എസ്റ്റാബ്ലിഷ്മെന്റിന്റെ പ്രിമൈസസിൽ എൻ്റർ ആവാനുള്ള അധികാരമുണ്ട്. എന്തിനു വേണ്ടി? ഫോർ ദ പർപ്പസ് ഓഫ് ഇൻക്വയറി. ഒരു ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ടിന്റെ എൻക്വയറി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൺസിലിയേഷൻ ഓഫീസർക്ക് എസ്റ്റാബ്ലിഷ്മെന്റിന്റെ പ്രിമൈസസിൽ കയറാവുന്നതാണ്. അതുപോലെ ഡിസ്പ്യൂട്ടുമായിട്ട് അദ്ദേഹം റിലവൻ്റ് ആണ്, ഡിസ്പ്യൂട്ടുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ട് എന്ന് തോന്നുന്ന ഏതൊരു റെക്കോർഡും ആവശ്യപ്പെടാനും അത് പരിശോധിക്കുവാനുമുള്ള അധികാരം കൺസിലിയേഷൻ ഓഫീസർക്ക് ഉണ്ട്. Powers of conciliation officers. The conciliation officers are deemed to be public servants within the meaning of the section 21 of IPC. A conciliation officer may enter the premises of the industrial establishment for the purpose of inquiry of the industrial dispute. A conciliation officer may call for and inspect any document which he considers to be relevant to the dispute. ഇനി കൺസിലിയേഷൻ ഓഫീസേഴ്സ്ക്ക് എന്തൊക്കെ ഡ്യൂട്ടീസ് ആണ് ഉള്ളത് എന്ന് നോക്കാം. കൺസിലിയേഷൻ ഓഫീസേഴ്സിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടീസ് ആണ്, ജുഡീഷ്യൽ ഡ്യൂട്ടീസ് അല്ല. The duty of a conciliation officer is administrative in nature. The conciliation officer must hold conciliation proceedings in the prescribed manner in all cases of industrial disputes. സോ ഒരു കൺസിലിയേഷൻ ഓഫീസർ പ്രിസ്ക്രൈബ്ഡ് മാനറിൽ പറഞ്ഞിരിക്കുന്ന അതേ രീതിയിൽ കൺസിലിയേഷൻ പ്രൊസീഡിങ്സ് നടത്തണം. He must investigate the dispute and do things necessary for the amicable settlement of the dispute. So, ഈ കൺസിലിയേഷൻ ഓഫീസർ അദ്ദേഹം ഡിസ്പ്യൂട്ടിനെ പറ്റി ഇൻക്വയർ ചെയ്യണം, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. എന്നിട്ട് ഡിസ്പ്യൂട്ടിനെ ആമിക്കബിൾ ആയിട്ട് ആശ്വാസകരമായിട്ട് സെറ്റിൽ ചെയ്യുവാനുള്ള നടപടികൾ സ്വീകരിക്കണം. ഇനി ഡിസ്പ്യൂട്ട് അദ്ദേഹം സെറ്റിൽ ചെയ്തു കഴിഞ്ഞാൽ ഗവൺമെന്റിന് ഒരു ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് റിപ്പോർട്ട് നൽകണം. അതുപോലെ മെമ്മറാൻഡം ഓഫ് സെറ്റിൽമെന്റ്, ഈ പാർട്ടീസ് ടു ദ ഡിസ്പ്യൂട്ട് സൈൻ ചെയ്ത മെമ്മറാൻഡം ഓഫ് സെറ്റിൽമെന്റും ഗവൺമെന്റിന് അയക്കണം. ഇനി ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് ചെയ്യാൻ കഴിഞ്ഞില്ല, ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് ഫെയിലർ ആണ് എന്നുണ്ടെങ്കിൽ എന്താവണം? ഇമ്മീഡിയറ്റ് ആയിട്ട് ഫെയിലർ റിപ്പോർട്ട് ഗവൺമെന്റിന് അയക്കണം. ആ ഫെയിലർ റിപ്പോർട്ടിൽ ഈ കൺസിലിയേഷൻ ഓഫീസർ അദ്ദേഹം എന്തൊക്കെ മെഷേഴ്സ് ആണ് ഈ ഒരു ഡിസ്പ്യൂട്ടിൻ്റെ ആമിക്കബിൾ സെറ്റിൽമെൻറ്റിന് വേണ്ടി സ്വീകരിച്ചത് എന്നുള്ളത് പറയണം. എന്തുകൊണ്ട് ആണ് അദ്ദേഹത്തിന് ഈ ഒരു ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്യാൻ കഴിയാതെ പോയത് എന്നുള്ള റീസൺസും വ്യക്തമായിട്ടും തന്നെ ആ റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കണം. ആൻഡ് ഇറ്റ് ഷുഡ് ബി സബ്മിറ്റഡ് വിതിൻ 14 days ഓഫ് ദി കൺക്ലൂഷൻ ഓഫ് കൺസിലിയേഷൻ. സോ 14 ദിവസത്തിനകം ഈ റിപ്പോർട്ട് ഗവൺമെൻറ്റിന് കൊടുക്കണം. That is, if the conciliation officer brings about amicable settlement of the dispute, he sends a report of settlement along with the memorandum of settlement signed by parties to the dispute. If no settlement is arrived, he sends a failure report stating the steps he had taken and the reasons for the failure to the appropriate government. And this report must be submitted within 14 days of conclusion of the conciliation. Third one, boards of conciliation. It is dealt under section 5 of Industrial Disputes Act 1947. The board of conciliation consists of a chairman and 2 or more members. ഒരു ചെയർമാനും 2 അതിലധികമോ മെമ്പേഴ്സും ചേർന്നതാണ് ഒരു ബോർഡ് ഓഫ് കൺസിലിയേഷൻ. ചെയർമാൻ എന്നത് ഒരു ഇൻഡിപെൻഡന്റ് പേഴ്സൺ ആണ്. അതുപോലെ മെമ്പേഴ്സ് എന്നത് ഈ പാർട്ടീസ് ടു ദ ഡിസ്പ്യൂട്ടിന്റെ റെപ്രസെൻറ്റേറ്റീവ് ആണ്. അപ്രോപ്രിയേറ്റ് ഗവൺമെന്റ് ഒരു റൈറ്റിങ്ങിലുള്ള എഴുതി തയ്യാറാക്കിയ ഒരു ഓർഡറിലാണ് ഒരു ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ബോർഡ് ഓഫ് കൺസിലിയേഷന് റെഫർ ചെയ്യുന്നത്. ബോർഡ് ഓഫ് കൺസിലിയേഷൻ്റെ പവേഴ്സ് നോക്കുകയാണെങ്കിൽ ഒരു സിവിൽ കോർട്ടിന് എന്ത് പവർ ഉണ്ടോ അതേ പവർ ഈ ബോർഡ് ഓഫ് കൺസിലിയേഷന് ഡിസ്പ്യൂട്ട് സെറ്റിൽമെൻറ്റിന് ഉണ്ട്. ബോർഡിൻ്റെ ഡ്യൂട്ടീസ് കൺസിലിയേഷൻ ഓഫീസേഴ്സിൻ്റെ ഡ്യൂട്ടീസുമായിട്ട് സെയിം ആണ്. ഒരേ ഒരു ഡിഫറൻസ്, കൺസിലിയേഷൻ ഓഫീസേഴ്സ് ഫെയിലർ റിപ്പോർട്ട് 14 days വിതിൻ 14 days അയക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ വിതിൻ 2 months ഗവൺമെൻറ്റിന് അയച്ചാൽ മതി.
What are the points we can write under boards of conciliation? The appropriate government by notification in the official gazette may constitute a board of conciliation, and the board of conciliation consists of a chairman and 2 or more members. The chairman is an independent person, but the members are representatives of the parties to the dispute. The appropriate government may refer any industrial dispute by order in writing to a board of conciliation for promoting a settlement. Duties are same as the conciliation officer. Only difference is the failure report must be submitted within 2 months from the date of reference by the government. Powers of a board of conciliation. A board of conciliation has vested powers of a civil court under CPC. Last one, courts of inquiry. Section 6-ലാണ് courts of inquiry കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നത്. അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ് ഒഫീഷ്യൽ ഗസറ്റിൽ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടാണ് കോർട്സ് ഓഫ് ഇൻക്വയറിയെയും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. കോർട്സ് ഓഫ് ഇൻക്വയറിയിൽ 1 or more പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ഉണ്ടായിരിക്കാം. മോർ ദാൻ 2 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ 1 ചെയർമാൻ ആൻഡ് മെമ്പേഴ്സ് എന്നുള്ള രീതിയിലായിരിക്കും അത് വർക്ക് ചെയ്യുന്നത്. കോർട്സ് ഓഫ് ഇൻക്വയറിക്ക് ഒരു സിവിൽ കോർട്ടിൻ്റെ അതേ പവേഴ്സ് ഉണ്ട്. എങ്ങനെയാണോ ബോർഡ്സ് ഓഫ് കൺസിലിയേഷന് ഒരു ഡിസ്പ്യൂട്ട് ഗവൺമെൻറ് റൈറ്റിങ്ങിൽ റെഫർ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഗവൺമെൻറ് ഒരു റൈറ്റിംഗ് ഓർഡറിലാണ് ഡിസ്പ്യൂട്ട് കോർട്സ് ഓഫ് ഇൻക്വയറിക്കും റെഫർ ചെയ്യുന്നത്. കോർട്സ് ഓഫ് എൻക്വയറി ഈ മാറ്റേഴ്സിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ്റിന് വിതിൻ 6 months റിപ്പോർട്ട് കൊടുക്കണം. Section 6 of Industrial Disputes Act 1947 deals with courts of inquiry. The appropriate government by notification in the official gazette constitutes the courts of inquiry. A court of inquiry consists of 1 independent person or persons to act as presiding officers. If there are more than 2 members, one of them shall be appointed as the chairman. A court of inquiry has the same powers of a civil court. A court of inquiry shall inquire into the matters referred to it, and a report to the appropriate government must be given within 6 months from the commencement of its inquiry. Such a report should be signed by all the members of the court.